ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല, കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് പവർ പ്ലാന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ഇതൊക്കെ PSCയുടെ മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫാക്റ്റുകളാണ്. അതായത് ജില്ലകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ്. ചില ജില്ലകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. അതെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും കറണ്ട് അഫയേഴ്സിൽ പഠിക്കാറുള്ള ഫാക്റ്റുകളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ചില കാര്യങ്ങൾ ഈ ജില്ലയിൽ ഈ സ്ഥലത്ത് നിലവിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം കോട്ടയത്താണ് നിലവിൽ വന്നത്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ജില്ലകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? ജില്ലകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഓരോ ജില്ലകളിലും എന്തൊക്കെയാണ് പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതെല്ലാം നമുക്ക് എക്സാമിന് 1 മാർക്ക് നേടിത്തരാനായിട്ട് സഹായിക്കുന്ന ഫാക്റ്റുകളാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ സ്ലൈഡിലേക്ക് പോകാം. ആദ്യത്തെ സ്ലൈഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ്, അതായത് എന്തൊക്കെയാണ് റീസെന്റ് ആയിട്ട് തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടുകൂടി നമുക്ക് പഠിക്കാൻ നോക്കാം. സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി, സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി നടന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് അല്ലെ. തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി, അതായത് AI സമ്മിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോ 2024 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന വർഷമാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കേ, തിരുവനന്തപുരം ജില്ല. അപ്പോൾ തിരുവനന്തപുരം ജില്ല ഏറ്റവും അല്ലെ, നമ്മൾ ലാസ്റ്റ് കിടക്കുന്ന തിരുവനന്തപുരം ജില്ല, അതായത് തലസ്ഥാന നഗരി. അപ്പോൾ ഈ തലസ്ഥാന നഗരിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഉച്ചകോടി എന്ത് ചെയ്തത്? നടന്നിട്ടുണ്ടായിരുന്നു. തീർന്നിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ AI സ്കൂള് നിലവിൽ വരുന്നത്. അതെവിടെയാണ്? പോത്തൻകോടാണ് അല്ലെ. അത് നിങ്ങൾക്കറിയാം, പോത്തൻകോടാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യമായിട്ടുള്ള എന്ത് നിലവിൽ വരുന്നത്? AI സ്കൂള് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പോത്തൻകോടാണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് 2 ഫാക്ട് പഠിച്ചല്ലേ. 2 ഫാക്റ്റാണ് പഠിച്ചത്. ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഉച്ചകോടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിന് വേദിയായത് തിരുവനന്തപുരമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി കേരളത്തിലെ ആദ്യ AI സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പോത്തൻകോടാണെന്ന് പറഞ്ഞു. കിട്ടിയോ? ഈ 2 ഫാക്റ്റും കിട്ടിയോ? അടുത്ത് നോക്കിയേ, നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. എന്തായിരുന്നു ആ കെട്ടിടത്തിന്റെ പേര്? ആ കെട്ടിടത്തിന്റെ പേരായിരുന്നു അമേസ് 28 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? അമേസ് 28 എന്ന് പറയുന്ന ബിൽഡിങ്ങിനെ കുറിച്ച്, എന്താണ് അമേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് ടെക്നോളജി, 3D പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് അടുത്തിടെ നമുക്കറിയാം ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മീനിനെ സൃഷ്ടിച്ച രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 3D പ്രിന്റിംഗ് ടെക്നോളജിയുള്ള പോസ്റ്റ് ഓഫീസും 3D പ്രിന്റിംഗ് ടെക്നോളജിയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. അമേസ് 28 പഠിച്ചു വെച്ചോണം, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് അഥവാ കേരളത്തിൽ, അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള 3D പ്രിന്റിംഗ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ 3D പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ ബുക്കിലൊക്കെ കാണുന്ന 3D പ്രിന്റിംഗ്, ഇത് അതല്ല. ബ്ലോക്കുകളായിട്ട് എന്ത് ചെയ്യാം? 3D പ്രിന്റിംഗ് യൂസ് ചെയ്ത് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ അങ്ങനെ ആ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിംഗ്, അമേസ് 28 എന്ന് പറയുന്ന ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിക്കേ, നമ്മുടെ 2024
അന്താരാഷ്ട്ര കായിക ഉച്ചകോടി. ഇപ്പൊ 2024 ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ്, 2024 ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത് തിരുവനന്തപുരമാണ്. എന്തായിരുന്നു 2024 ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത്? ഓർമ്മ വന്നു അല്ലെ? എന്താണത്? സ്പോർട്സ് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു. സ്പോർട്സ് ഫോർ ഓൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ എന്താണ്? കായികം എല്ലാവർക്കും. കായികം എല്ലാവർക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, കായികം എല്ലാവർക്കും, കായികം എല്ലാവർക്കും എന്തുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് കായികം എല്ലാവർക്കും എന്നുള്ളത്? അപ്പൊ കായികം എല്ലാവർക്കും എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് അഥവാ 2024 തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രമേയമാണെന്ത്? കായികം എല്ലാവർക്കും എന്ന് പറയുന്നത്. കായികം എല്ലാവർക്കും. ക്ലിയർ ആയി? അടുത്ത നോക്കിക്കേ, കേരളീയം. കേരളീയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 നവംബർ 1 മുതൽ 7 വരെ. 2023 നവംബർ 1 മുതൽ 7 വരെ. അപ്പൊ നവംബർ 1ന്റെ പ്രത്യേകത എന്താണ്? കേരളപ്പിറവി ദിനവുമാണ് അല്ലെ? അപ്പൊ ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരികം അതുപോലെ തന്നെ കേരളത്തിന്റെ പൈതൃകം അല്ലെ? കേരളത്തിന് ഒരു സംസ്കാരമുണ്ട്, നമ്മുടെ കേരളത്തിന് നമ്മുടെ പൈതൃകമുണ്ട്, കേരളത്തിന് ഒരുപാട് രുചിഭേദങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ നിലവാരത്തെക്കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കേരളത്തെ എന്ത് ചെയ്യുന്നു? ഒന്ന് ബ്രാൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ കേരളത്തെ എന്ത് ചെയ്യുന്നു? ഒന്ന് ബ്രാൻഡ് ചെയ്യുന്നു. അപ്പൊ കേരളത്തിന്റെ ഈ സംസ്കാരത്തെയും പൈതൃകത്തെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒന്ന് ബ്രാൻഡ് ചെയ്യിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ് എന്താ? കേരളീയം എന്ന് പറയുന്നത്. കേരളീയം. അപ്പൊ ഈ കേരളീയം എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ് നടന്നത്. അപ്പൊ കേരളീയം എന്താണ്? കേരളീയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം കൂടിയാണ് കേരളീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ കേരളീയം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക നേട്ടങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് കേരളീയം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗോത്ര സംസ്കാരം, കേരളത്തിനു മാത്രമായിട്ടുള്ള ഒരുപാട് ഗോത്ര സംസ്കാരമുണ്ട്, ഗോത്ര ഭാഷകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ, ഇതൊക്കെ മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് ആദിമം എന്ന പേരിൽ ലിവിങ് മ്യൂസിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിമം അതായത് നമ്മുടെ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഈ കേരളീയം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ലിവിങ് മ്യൂസിയമാണ് ആദിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളീയം പ്രോഗ്രാം നടന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? അത് തിരുവനന്തപുരത്താണ് നമ്മൾ പറഞ്ഞു അല്ലെ? കേരളീയം പ്രോഗ്രാം നടന്നത് തിരുവനന്തപുരത്താണ്. ഇനി എടുത്ത് നോക്കിക്കേ, ഡിജിറ്റൽ സയൻസ് പാർക്ക്. എന്താണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്? അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ, കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തേർഡ് ജനറേഷൻ അഥവാ മൂന്നാം തലമുറ, ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം പള്ളിപ്പുറത്താണ്. ഷുവർ ഷോട്ട് ആണ്. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചു വെച്ചോണം. അപ്പൊ ഇന്ത്യയിലെ, കാരണം ഇതിന് കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തത്? കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 2023 പ്രൈം മിനിസ്റ്റർ കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹമാണ് ഈ ഒരു ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്താണ് നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം താളിയോല രേഖാ മ്യൂസിയം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്.
PSC ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 1 2 തവണ എന്തോ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം, അത് ജില്ല ഏതാണെന്നല്ല PSC ചോദിച്ചത്. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം ഏത് സംസ്ഥാനത്തിൽ നിലവിൽ വരുന്നു എന്നാണ് ചോദിച്ചത്. അത് എവിടെയാണ്? കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? നോക്കിക്കേ, വിഴിഞ്ഞം തുറമുഖം ഒരു 1.5 പോയിന്റ് ആണ് തിരുവനന്തപുരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വാർത്തകളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇനാഗ്രേഷനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വിഴിഞ്ഞം തുറമുഖമാണ്. അതെന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് പറയുന്നത്? സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പല തുറമുഖങ്ങളിലേക്കും മദർ പോർട്ടുകൾ, വലിയ ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ അടുപ്പിക്കുക. മദർ ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളുമായിട്ട് തുറമുഖത്തേക്ക് അടുക്കുന്ന ഷിപ്പുകളെയാണ് നമ്മൾ മദർ ഷിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ പല തുറമുഖങ്ങൾക്കും അങ്ങനെ മദർ ഷിപ്പുകളെ അടുപ്പിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണുള്ളത്. എന്നാൽ അപ്പം നമ്മൾ എന്താണ് സാധാരണയായിട്ട് നമ്മൾ കൊളംബിയ പോലുള്ള തുറമുഖത്താണ് ഈ മദർ ഷിപ്പുകൾ അടുപ്പിച്ചിട്ട് അവിടെ നിന്ന് ചെറിയ ചെറിയ ഷിപ്പുകളിലേക്കാണ് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ ചിലവ് നമ്മുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ മറ്റ് ഫോറിൻ തുറമുഖങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ ഷിപ്പുകളിലൊക്കെ ആക്കി നമുക്ക് സാധനം എത്തിക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ കാശ് പേ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വലിയൊരു ചിലവ് നമുക്ക് വരികയാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു മദർഷിപ്പാണ്, മദർ പോർട്ടാണ്. എന്താണ് മദർ പോർട്ട്? ഒരു മദർ പോർട്ട് അഥവാ നമുക്ക് പറയാം ഒരു മാതൃ തുറമുഖമാണ്, അഥവാ മദർ തുറമുഖമാണ് അല്ലെങ്കിൽ മദർ പോർട്ടാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഷിപ്പുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദർ ഷിപ്പുകൾ, ഓക്കെ, വലിയ കപ്പലുകൾ അടുപ്പിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റ് തുറമുഖങ്ങളിലേക്ക്, അതായത് മറ്റ് രാജ്യങ്ങളിലെ മദർ ഷിപ്പുകളിൽ അടുപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാതെ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ഈ മദർ ഷിപ്പുകൾ അടുപ്പിച്ച്, വലിയ കപ്പലുകൾ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ. എന്താണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര കപ്പൽ രേഖ എന്ന് മലയാളത്തിന് ഇതിനെ പറയാം. അതായത് നമുക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യ ഇതാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ഇന്ത്യ, ഓക്കെ. സോ ഇതാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ എന്നിരിക്കെ, ഇതാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ ഇതിലൂടെയാണ് പല അന്താരാഷ്ട്ര ഷിപ്പുകളും എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. സോ ഇതാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമേ വിഴിഞ്ഞം തുറമുഖത്തിനുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കപ്പലുകൾക്ക്, അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലെടുപ്പിക്കാനും അവിടെ നിന്ന് തിരികെ പോകാനും സാധിക്കും. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രാറ്റജിക്കൽ നേട്ടമാണത്. തന്ത്രപരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു നേട്ടമാണ് അവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു ആഴക്കടൽ തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം നമ്മൾ പറഞ്ഞൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അല്ലെ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുപ്പിച്ച ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15 എന്ന് പറയുന്നത് അല്ലെ, ചൈനീസ് കപ്പലായിട്ടുള്ള ഷെൻഹുവ 15. ഇനി നമ്മൾ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോ, ദിവ്യ S. അയ്യർ ആണ് കേട്ടോ. ദിവ്യ S. അയ്യർ
വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ദിവ്യ എസ് അയ്യർ ആണ് കേട്ടോ. ദിവ്യ എസ് അയ്യർ ആണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാർ കെ നായർ ആണ് കേട്ടോ. ശ്രീകുമാർ കെ നായർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? അത് തിരുവനന്തപുരത്തിലെ നെയ്യാറ്റിൻകര താലൂക്കാണ്. തിരുവനന്തപുരത്തിലെ നെയ്യാറ്റിൻകര താലൂക്കാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ വിഴിഞ്ഞം തുറമുഖം എന്നല്ല പറയുന്നത്, പിന്നെ എന്താണ് പറയുന്നത്? വിസിൽ എന്നാണ് പറയുന്നത് അല്ലെ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം, അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അറിയപ്പെടുന്നത് അല്ലെ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വിസിൽ എന്നാണ് അറിയപ്പെടുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 കേട്ടോ. 2015 വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഇനാഗുറേറ്റ് ചെയ്ത് ഉദ്ഘാടനം എന്ന് പറയുന്നത് 2023 ഒക്ടോബറിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 2023 ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തിന്റെ ഫാക്ട് പഠിച്ചിട്ടാണ് തിരുവനന്തപുരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് ആയിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കും. നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ അത് വിഴിഞ്ഞം തുറമുഖമാണ്. നമ്മൾ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം എന്താണ്? ഒരു മദർ പോർട്ടാണെന്ന് പറഞ്ഞു അല്ലെ. മദർഷിപ്പുകൾ അടുപ്പിക്കാൻ സാധിക്കുന്ന മദർ പോർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ ചോദിക്കുവാണ്, ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഇനി തെറ്റിക്കില്ലല്ലോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം 2015 തറക്കല്ലിട്ടത്, 2023 എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ MD ദിവ്യ എസ് അയ്യർ ആണെന്ന് പറഞ്ഞു. CEO ശ്രീകുമാർ കെ നായർ ആണെന്ന് പറഞ്ഞു. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണെന്ന് പറഞ്ഞു. വിസിലിനെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു. വിസിൽ എന്നാണ് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം എന്ന് പറയും. ഷെൻഹുവ 15 ആദ്യമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ കപ്പലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്? അടുത്തത് ലാസ്റ്റ് പോയിന്റ്, നമ്മുടെ 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ 2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്ന എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. 10 പോയിന്റ് പഠിച്ചില്ലേ? 10 പോയിന്റ് 10 CA ഫാക്ട് പഠിച്ചില്ലേ? അതായത് 2023-24 തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട 10 ഫാക്റ്റുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടി തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യ AS സ്കൂൾ വരുന്നത് പോത്തൻകോട് തിരുവനന്തപുരത്താണ്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത്. Amaze 28. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്ത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരം എവിടെയാണെന്ന് ചോദിച്ചാൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് കേട്ടോ. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ കേട്ടോ. അപ്പൊ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കൊക്കെ ഒരുപാട് തവണ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 നടന്നിട്ടുള്ളത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. ഇനി കേരളീയം പരിപാടി തിരുവനന്തപുരത്താണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്താണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ താളിയോലരേഖ മ്യൂസിയം തിരുവനന്തപുരത്താണ്. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നെയ്യാറ്റിൻകര താലൂക്കിലാണ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2023 നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്തയിലേക്ക് പോയാലോ? അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് പോകാം. നമ്മൾ ഓർഡർ ആയിട്ടല്ല പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 7 ജില്ലകളെ ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. കൊല്ലം ജില്ലയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ്. അവിടെ മങ്കി പോക്സിനെ കുറിച്ച് PS ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം ലോകാരോഗ്യ സംഘടന
ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ച ഒരു രോഗമാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത് അല്ലെ. 2022 ജൂലൈ 23-നാണ് ലോകാരോഗ്യ സംഘടന മങ്കി പോക്സ് ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത്. 2022 ജൂലൈ 23 അത് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് ലോകാരോഗ്യ സംഘടന മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ആഗോള അടിയന്തരാവസ്ഥ പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ അത് 2023 മെയ് 11-നാണ്. 2023 മെയ് 11-നാണ്. ക്ലിയർ ആണോ ഈ കാര്യങ്ങൾ? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത്. നമ്മൾ പറഞ്ഞു അതിന് ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത് 2022 ജൂലൈ 23-നാണ്. അത് പിൻവലിച്ചത് 2023 മെയ് 11-നുമാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമൈനിങ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി അല്ലെ. ബയോമൈനിങ് പദ്ധതി നിലവിൽ വന്നത്. ബയോമൈനിങ് പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. ഇനി നോക്കിക്കേ, ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് 2 ഫാക്റ്റുകൾ അഡീഷണൽ ആയിട്ട്, 2 ഫാക്റ്റുകൾ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ആദ്യത്തെ നഗരസഭ, ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതെന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്തിനെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. നോക്കിക്കേ, ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കിളിമാനൂരാണ് അല്ലെ. നമ്മളെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ള കുട്ടികൾക്കറിയാം, ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പുല്ലമ്പാറയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പഞ്ചായത്ത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പുല്ലമ്പാറ. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ 2 സ്ഥലങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് കേട്ടോ. കൊല്ലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ 2 സ്ഥലങ്ങളും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിളിമാനൂരും പുല്ലമ്പാറയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണെന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്ത്, അപ്പം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളിമാനൂർ എന്ന് പറയുന്നത് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ്, നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് കിളിമാനൂർ എന്ന് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പുല്ലമ്പാറ ഓർത്തിരിക്കും. ഓക്കെ, ഈ പഞ്ചായത്തിലൊക്കെ കൂടുതലും പുല്ലൊക്കെ മുളച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പഞ്ചായത്ത് ആണല്ലോ. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പുല്ലൊക്കെ ഒരുപാട് കിളുത്ത് നിൽക്കുമ്പോൾ പഞ്ചായത്ത് വഴിയാണല്ലോ ആളുകളൊക്കെ വന്നിട്ട് അത് വൃത്തിയാക്കാനൊക്കെ അലോ ചെയ്യുന്നത് എന്നുകൂടി കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതില്ലെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരിൽ നിന്ന് കിട്ടുമ്പോൾ പഞ്ചായത്ത് കിട്ടിക്കോളും പുല്ലമ്പാറയാണെന്ന്. ഓക്കെ, ശരി. ഇവിടെ നോക്കിയപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് കൊട്ടാരക്കരയാണ് കേട്ടോ. നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. കിട്ടുന്നുണ്ടോടാ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന ഓരോ ജില്ലയെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെ സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൈവച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. അടുത്തത് നമുക്ക് നമ്മുടെ കൊല്ലം ജില്ലയെക്കുറിച്ച് പ്രത്യേകം 2 ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. ഇത് രണ്ടും PSCക്ക് ആവർത്തിച്ചിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാക്റ്റുകളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും PSC ചോദിച്ചിട്ടുള്ള PQ ആയിട്ട് ഉള്ള ഫാക്റ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പെരുങ്കുളം. എന്താണ് പെരുങ്കുളത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്. പഠിച്ചു വെച്ചോ, കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്. 2021
ലോക പുസ്തക ദിനത്തിലാണ് പെരുങ്കുളത്തിനെ, കൊല്ലം ജില്ലയിലെ പെരുങ്കുളത്തിനെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇന്ത്യയിലെ എത്രാമത്തെയാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പുസ്തക ഗ്രാമമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? അത് ഭിലാറാണ്. ഭിലാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എന്ന് പറയുന്നത്. ഭിലാറാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ പെരുങ്കുളത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. പെരുങ്കുളം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെരുങ്കുളം ഇന്ത്യയിലെ രണ്ടാമത്തെ പുസ്തക ഗ്രാമമാണ് പെരുങ്കുളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് കൊല്ലം ജില്ലയിലെ പെരുങ്കുളം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ വീണ്ടും മാറി കൊല്ലമാണ് കേട്ടോ. അവിടെ കൊല്ലം ജില്ല, സാക്ഷാൽ കൊല്ലം ജില്ല തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത്. ഭരണഘടന ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അവകാശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെ ഇന്ത്യൻ ഭരണഘടന. അപ്പൊ അതെല്ലാം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അറിയാമോ? ഇല്ല. അപ്പൊ ഭരണഘടനയെ കുറിച്ച് അതുപോലെ തന്നെ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് അല്ലെ. ഒരു പൗരൻ ചെയ്യേണ്ട ഒരുപാട് കർത്തവ്യങ്ങൾ ഒരു ഭരണഘടനയിൽ പറയുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് അറിയാവുന്ന, നമുക്ക് അറിയില്ലാത്ത, കോമൺ മാൻ അറിയില്ലാത്ത ഒരുപാട് പ്രൊവിഷനുകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള അറിവും ധാരണയും നൽകുന്നതിനായിട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തും കിലയുമായിട്ടൊക്കെ ചേർന്നിട്ട് ദി സിറ്റിസൺ എന്ന് പറയുന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും എന്ത് ചെയ്തു? ഭരണഘടനയിൽ സാക്ഷരത നൽകി. ഭരണഘടനയിൽ സാക്ഷരത നൽകുക, ഭരണഘടനയെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും നൽകി. സോ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല എന്നുള്ള പദവി ആർക്ക് ലഭിച്ചു? കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ചു. ഓക്കെ, കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ചു. അപ്പൊ കൊല്ലം ജില്ലയിലുള്ളവരെ നിങ്ങളെല്ലാം ഭരണഘടന സാക്ഷരത നേടിയവരാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയാണ് ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് കുളത്തൂപ്പുഴയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ മറ്റേത് സ്ഥലത്തുള്ളവരെക്കാളും ഭരണഘടനാ പ്രതിബദ്ധത കൂടുതൽ ആർക്കാണ്? കൊല്ലം ജില്ലക്കാർക്കാണ് അല്ലെ. ശരി, അപ്പൊ ബാക്കിയുള്ള ജില്ലകളിലേക്ക് കൂടി ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവുകൾ വരട്ടെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ഫാക്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ പുസ്തക ഗ്രാമം അല്ലെങ്കിൽ കേരളത്തിൽ, അങ്ങനെ പഠിച്ചാൽ മതി, അങ്ങനെയാണ് ചോദിച്ചത്. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം എന്നാണ് ചോദിച്ചത്. പെരുങ്കുളമാണ്, കൊല്ലം ജില്ലയിലാണ്. ഇത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ്. കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെറ്റാണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? നോക്കിക്കാൻ നമ്മൾ കൊല്ലം ജില്ലയെക്കുറിച്ച് പ്രത്യേകിച്ച് 8 ഫാക്റ്റുകളാണ് പഠിച്ചത് അല്ലേ. നമ്മൾ പറഞ്ഞു 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം. അവിടെ ജേതാക്കൾ കണ്ണൂരായിരുന്നു. നമുക്ക് കണ്ണൂർ പഠിക്കാം കേട്ടോ. അപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് കൊല്ലത്താണെന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നിലവിൽ വന്നത് കൊല്ലത്തെ കുരുവിപ്പുഴയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ നമ്മൾ പറഞ്ഞു കൊല്ലം, കൊട്ടാരക്കരയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുരുവിപ്പുഴയെക്കുറിച്ചും കുളത്തൂപ്പുഴയെക്കുറിച്ചും പെരുങ്കുളത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്താണ് കുളത്തൂപ്പുഴ. ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് പെരുങ്കുളം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ശരി, അടുത്ത ജില്ലയിലേക്ക് നമുക്ക് പോകാം. അടുത്ത ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അടുത്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. കോട്ടയത്തെക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ നമ്മുടെ 2021-22 സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നോക്കിക്കേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടുകൂടി അതിദരിദ്ര സർവേ കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞത്. അത് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടുകൂടി അതിദരിദ്ര സർവേ പൂർത്തിയാക്കിയ സംസ്ഥാനവും കേരളമാണ്. അപ്പൊ ഇങ്ങനെ അതിദരിദ്ര സർവേയുടെ ഭാഗമായിട്ട് നമ്മളൊരു സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. അപ്പോൾ 2021-22 ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോട്ടയംകാരൊക്കെ വളരെ റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അതിദാരിദ്ര്യമാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിദാരിദ്ര്യം, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള ജില്ല ഏതാണ്? അപ്പൊ എന്ത് പ്രകാരമാണ്? സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരമാണ്. സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം, സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. ഇനി നോക്കിക്കേ, ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണം, ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന സർവകലാശാല അത് MG സർവകലാശാലയാണ് കേട്ടോ. MG സർവകലാശാലയാണ് ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല എന്ന് പറയുന്നത് നമ്മുടെ MG യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പരീക്ഷണത്തിൽ എന്ത് ചെയ്യുന്നത്? പങ്കാളിയാകുന്നത്. വിന്റർ ആർട്ടിക് പര്യവേക്ഷണത്തിൽ അല്ലെങ്കിൽ വിന്റർ ആർട്ടിക് എക്സ്പ്ലോറേഷനിൽ എന്ത് ചെയ്യുന്നു? പങ്കാളികളാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഈ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരെയാണ്? എലീനയാണ് അല്ലെ. എലീന ആരാണ്? എലീന എന്ന് പറയുന്നത്, എലീന എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് കേട്ടോ. എലീന എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. എന്താണ് എലീനയെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം? അതായത് എലീന എന്ന് പറയുന്നത് നമ്മുടെ എലിക്കുളം, കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നവരെ, ഓക്കെ, ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്നതിനായിട്ടും അവർക്ക് ആവശ്യമുള്ള സർവീസുകൾക്കായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനായിട്ടും സ്ഥാപിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് എലീന എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിനെ സ്ഥാപിക്കുന്നത്. അത് കോട്ടയം എലിക്കുളത്താണ് അല്ലെ. കോട്ടയം എലിക്കുളത്താണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എലീനയെ പറയുമ്പോൾ നമുക്ക് ഐറിസിനെയും കൂടെ പറയേണ്ടതുണ്ട്. കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചർ അല്ലേ. കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചറാണ് ഐറിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എലീനെ പറഞ്ഞപ്പോൾ ഐറിസിനെയും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ, കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് എലീന എന്ന് പറയുന്ന റോബോട്ടിനെ, AI ബേസ്ഡ് ആയിട്ടുള്ള റോബോട്ടിനെ സ്ഥാപിച്ചത് അല്ലേ. അത് ഓർത്തിരിക്കണം. ഇനി കുമരകത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 2 കാര്യങ്ങൾ, അതിലൊന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2 കാര്യങ്ങളും കുമരകത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2023 ആഗോള ഉത്തരവാദിത്തം ടൂറിസം ഉച്ചകോടി നടന്നത്. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ കേരള ടൂറിസം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ടൂറിസം ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്ന ഉത്തരവാദിത്ത ടൂറിസം. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം, അപ്പോൾ ആഗോള തലത്തിലുള്ള ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഉച്ചകോടി 2023 നടന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ കുമരകത്ത് വെച്ചിട്ടാണ്. കോട്ടയം കുമരകത്ത് വെച്ചിട്ടാണ് ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം 2023 G20 മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലെ. അപ്പോൾ 2023 G20 ഷെർപ്പ സമ്മേളനം നടന്നത്. G20 ഷെർപ്പ സമ്മേളനം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതിൽ പകുതിയിൽ കൂടുതലും പറയുന്നത്. നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പഠിച്ച കാര്യങ്ങൾ. സോ അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെർപ്പ സമ്മേളനം നമ്മൾ G20 വേദികൾ അല്ലെ. G20 ആയിട്ട് ബന്ധപ്പെട്ട പല വേദികൾ നമ്മൾ പഠിച്ചു. G20 വേദികൾ മാത്രമായിട്ട് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് G20 വേദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പം നമുക്ക് കേരളത്തിൽ G20 ആതിഥ്യം വഹിച്ചത് തിരുവനന്തപുരം, അതുപോലെ തന്നെ എറണാകുളം ഉണ്ടായിരുന്നു. എറണാകുളം G20 വേദിയായിരുന്നു. അതുപോലെ തന്നെ കുമരകം G20 വേദിയായിരുന്നു.
ഓക്കെ, അപ്പൊ ഈ 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തില് G20ക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ ഷെർപ്പ സമ്മേളനം നടന്നത്. അപ്പൊ എന്താണ് ഷെർപ്പ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ 2023 G20 ഉച്ചകോടിയില് ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു അല്ലെ. അമിതാഭ് കാന്ത് ആയിരുന്നു നമ്മുടെ 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ. അപ്പൊ ഇന്ത്യൻ ഷെർപ്പ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇന്ത്യൻ നേതാവിന്റെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും തലവനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. അപ്പൊ 2023 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഷെർപ്പകൾ, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും തലവന്മാർക്കും പ്രതിനിധികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഷെർപ്പകളുടെ സമ്മേളനം നടന്നത് കുമരകത്ത് വെച്ചിട്ടാണ്. അത് കോട്ടയത്ത് കുമരകത്ത് വെച്ചിട്ടാണ്. അപ്പൊ ആ 2 കാര്യങ്ങൾ കുമരകത്തെ കുറിച്ച് പഠിച്ചു വെക്കണം. ഒന്ന്, ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി 2023 നടന്നത് കുമരകത്ത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ G20 സമ്മിറ്റിലെ ഷെർപ്പ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചിട്ടാണ്? കോട്ടയം കുമരകത്ത് വെച്ചിട്ടാണ്. ക്ലിയർ ആണോ ഈ കാര്യങ്ങൾ? അപ്പൊ നോക്കിക്കേ, സംസ്ഥാന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണെന്ന് നമ്മൾ പറഞ്ഞു. MG സർവകലാശാലയെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്? MG സർവകലാശാല വിന്റർ ആർട്ടിക് പര്യവേഷണം അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് MG സർവകലാശാല, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലെ, നമ്മുടെ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, എലീനെ ഓർമ്മ വരുന്നുണ്ടോ? എലീന. ഇനി ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയും ഷെർപ്പ മീറ്റിംഗും ഒക്കെ നടന്നത് എവിടെ വെച്ചിട്ടാണ്? കുമരകത്ത് വെച്ചിട്ടാണ്. കോട്ടയം സെറ്റ് അല്ലേ നിങ്ങൾക്ക്? കോട്ടയം ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ജില്ല നമുക്ക് നോക്കാം, എറണാകുളം. അടുത്തത് എറണാകുളം ജില്ലയാണ്. നോക്കിക്കേ, നമ്മുടെ ലോകാരോഗ്യ സംഘടന, ആദ്യത്തെ പോയിന്റ് ഇതാണ്, നമ്മുടെ ലോകാരോഗ്യ സംഘടന എറണാകുളം ജില്ലയെ വയോജന സൗഹൃദ നഗരമായിട്ട് തിരഞ്ഞെടുത്തു. അതായത് ഏജ് ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തു. ഏജ് ഫ്രണ്ട്ലി സിറ്റി ആയിട്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏഷ്യയിൽ ആദ്യമായിട്ടാണ്, സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിക്ക് ഇത്തരത്തിലൊരു പദവി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ലഭിക്കുന്നത്. അപ്പൊ WHO സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് തിരഞ്ഞെടുത്തത് കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ് ലോകത്തിലെ ആദ്യത്തെ, അതായത് നമ്മുടെ സൗത്ത് ഏഷ്യയിലെ, ലോകത്തിലെ അല്ല, സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് തിരഞ്ഞെടുത്തത് കൊച്ചിയാണ്. ഓക്കെ, സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് തിരഞ്ഞെടുത്തത് കൊച്ചിയാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെ, കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത എറണാകുളത്തെ മറ്റൊരു പ്രൈസാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത് അല്ലെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അല്ലെ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. അപ്പൊ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളത്താണ്. അത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മിഷൻ സേഫ് ബ്രത്ത്, നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീപിടുത്തം ഉണ്ടായത് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ അഗ്നിശമന സേന മിഷൻ സേഫ് ബ്രത്ത് എന്ന പേരില് ഈ മാലിന്യ പ്ലാന്റിലെ തീ കെടുത്താനായിട്ടുള്ള ഒരു ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഇനി അടുത്തത് കുസാറ്റിനെ കുറിച്ച് PSC ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുസാറ്റാണ്. അതാണ് കുസാറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് എറണാകുളത്തെ കുമ്പളങ്ങിയെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമ്പളങ്ങിയാണ്. അതായത് കുമ്പളങ്ങിയിലെ മുഴുവൻ മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള വനിതകൾക്കും എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു? ആർത്തവ കപ്പ് നൽകിയത് കൊണ്ട് തന്നെ കുമ്പളങ്ങി എന്തായിട്ട് മാറി? സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കുമ്പളങ്ങി എന്തായിട്ട് മാറി? സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്തായിട്ട് മാറി.
ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റുകൾ കുസാറ്റ് നമ്മൾ പറഞ്ഞു. ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ്. അത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇനി സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കുമ്പളങ്ങിയാണ്. ഓക്കെ, അടുത്തത് ഇതും PSCയുടെ ചോദ്യമാണ്. കണ്ടോ, എറണാകുളത്തെ കുറിച്ച് എത്ര ചോദ്യങ്ങളാണ് വന്നതെന്ന്. ബ്രഹ്മപുരം ചോദിച്ചിട്ടുണ്ട്, കുസാറ്റ് ചോദിച്ചിട്ടുണ്ട്. കാർബൺ ന്യൂട്രൽ സീഡ് ഫാം, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ തുരുത്തിലാണ്. ആലുവ തുരുത്തിലെ സീഡ് ഫാമിലാണ്. ആലുവ തുരുത്തിലെ സീഡ് ഫാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എറണാകുളത്ത് ആലുവ തുരുത്ത് സീഡ് ഫാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എന്ന് പറയുന്നത്. അതായത് ഈ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയുവാണെങ്കിൽ എന്താ, കാർബൺ ബഹിർഗമനം മാക്സിമം കുറച്ചുകൊണ്ട് കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം ആണ് ആലുവ തുരുത്തില്, എറണാകുളത്തെ ആലുവ തുരുത്തില് നിലവിൽ വന്നത്. ഇനി ഇതും ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം എന്ന് പറയുന്നത് അത് കൊച്ചിയാണ് അല്ലെ, കൊച്ചിയിലാണ് അല്ലെങ്കിൽ എറണാകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, നമ്മുടെ എറണാകുളത്താണ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. അപ്പോൾ അവിടെ നോക്കിക്കേ, 2023 ഏപ്രിൽ 25-നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി വാട്ടർ മെട്രോ എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇനിയും വരാം. അപ്പൊ 2023 ഏപ്രിൽ 25-നാണ് ഉദ്ഘാടനം ചെയ്തത്. 10 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. 10 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. ഇനി 38 ടെർമിനലുകളാണ് ഇതിനുള്ളത്. 38 ടെർമിനലുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കുള്ളത്. ഇനി കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചിട്ടുണ്ട്. ജംഗു എന്ന് പറയുന്ന മീനാണ്. ജംഗു എന്ന് പറയുന്ന മീനാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൊച്ചി മെട്രോ ഉണ്ടല്ലോ, കൊച്ചി മെട്രോയ്ക്ക് കീഴിലാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടല്ലോ ഈ ഒരു എന്താ വളരെ ഹരിത മീൻസ് എന്താ ഒരു ഹരിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കറിയാം ഒട്ടും കാർബൺ എമിഷൻ ഇല്ലാതെയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ആ രീതിയിലൊക്കെ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിക് ബോട്ടുകളിലൂടെയാണ് കേട്ടോ. ഇലക്ട്രിക് ബോട്ടിലൂടെയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിച്ച് നൽകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും നിർത്താൻ പറ്റത്തില്ല. കാരണം അത്രയും സാധനങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് മീൻസ് എന്താ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച യുദ്ധവിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് വികസിപ്പിച്ചത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഷിപ്പ് നിർമ്മാണ മേഖലയിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. സോ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിച്ച് നൽകുന്നത്. അതിൽ ആദ്യത്തെ ഇലക്ട്രിക് ബോട്ടാണ് മുസിരിസ് എന്ന് പറയുന്നത് കേട്ടോ. മുസിരിസ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേണ്ടി നിർമ്മിച്ച് നൽകിയ ആദ്യത്തെ ഇലക്ട്രിക് ബോട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോ. 10 ദ്വീപുകളെയാണ് കണക്ട് ചെയ്യുന്നത്. 38 ടെർമിനലുകൾ. ജംഗു ആണ് ഭാഗ്യചിഹ്നം. ഇലക്ട്രിക് ബോട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി മുസിരിസ്
ആദ്യത്തെ ഇലക്ട്രിക് ബോട്ടാണ് മുസിരിസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണെന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? യെസ്, അത് കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ അണ്ടർ വാട്ടർ മെട്രോ. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് കീഴിൽ അല്ലെ, കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് കീഴെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്ക് കീഴിലാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ? അപ്പോൾ നോക്കിക്കേ, ഇനി ഒന്നുകൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സംവിധാനം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത്. അപ്പോൾ വാട്ടർ മെട്രോയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയി. എഗെയിൻ നമുക്ക് തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരാം. വാട്ടർ മെട്രോ നഗരം അത് കൊച്ചിയാണ്. കൊച്ചി എവിടെയാണ്? എറണാകുളത്ത് അല്ലേ. ഇനി എടുത്ത് നോക്കിക്കേ, 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു കേട്ടോ. 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചിയായിരുന്നു. 2024 നടന്ന 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചിയായിരുന്നു. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഹെൽത്ത് എ ടി എം നോക്കിക്കേ, വളരെ ഭയങ്കര ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ച സാധനമാണ് ഈ ഹെൽത്ത് ATM. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ബ്ലഡ് ചെക്കപ്പിനൊക്കെ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് ലാബുകളിൽ തന്നെ പോകേണ്ടി വരും അല്ലേ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതിന് പകരമായിട്ട് ഒരു ATM നമുക്ക് ആ സർവീസിന് വേണ്ടി യൂസ് ചെയ്താലോ? അപ്പം നമുക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ടുള്ള സർവീസ് നൽകുന്ന ATM, അതാണ് ഹെൽത്ത് ATM എന്ന് പറയുന്നത്. സോ അങ്ങനെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളത്താണ് കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് ATM. ഇനി സ്വന്തമായിട്ടൊരു സാംസ്കാരിക നയം പ്രഖ്യാപിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഒരുപാട് സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു സാംസ്കാരിക നയം പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം പറഞ്ഞതുപോലെയാണ് കൊച്ചിക്ക് വാട്ടർ മെട്രോയും സിയാൽ എന്ന് പറയുന്നത്. ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നവുമാണ്, അതുപോലെ തന്നെ PSCയുടെ ചോദ്യങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഈ രണ്ട് സാധനങ്ങൾ. സിയാലിന് ഒരുപാട് അവാർഡുകൾ, പ്രത്യേകിച്ച് ഹരിത മേഖലയിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാം, ലോകത്തിൽ ആദ്യമായിട്ട് 100% സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിത മേഖലയിൽ ഒരു വലിയ നേട്ടമാണ് സിയാലിനുള്ളത്. അപ്പോൾ നോക്കിക്കേ, സിയാൽ അടുത്ത നേട്ടത്തിന് പുറപ്പെടുവാണ്. എന്താണ്? ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ച് പഠിക്കണമെന്ന്. അതെന്തായാലും എഴുതി വെച്ച് പഠിക്കണം. അപ്പോൾ സിയാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ് ഹരിത ഹൈഡ്രജൻ അഥവാ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് 100% സോളാർ എനർജിയിലാണ് അല്ലേ. നമ്മുടെ സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സൗരോർജ്ജത്തിൽ നമ്മൾ സാധാരണയായിട്ട് സൗരോർജ്ജം എന്ന് പറയുന്നത് പുനരുപയോഗ സാധ്യതയുള്ള ഊർജ്ജമാണ് അല്ലെ. ഇങ്ങനെ പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ ഹൈഡ്രജൻ നിർമ്മിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാർബൺ എമിഷൻ എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ സിയാൽ ഓൾറെഡി എന്തിലാണ് പ്രവർത്തിക്കുന്നത്? സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ സിയാൽ തന്നെ ഹൈഡ്രജൻ നിർമ്മിച്ചാൽ അത് ഹരിത ഹൈഡ്രജൻ അല്ലേ? കാരണം സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജിയാണ് അല്ലേ. അപ്പോൾ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയും ഈ സോളാർ എനർജിയിൽ നിന്ന് നിർമ്മിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിയാലാണ്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എറണാകുളത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. WHO വയോജന സൗഹൃദ നഗരം എന്ന പദവി നൽകിയ സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി.
ക്ലിയർ അല്ലേ? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കുസാറ്റ് ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി കുസാറ്റ് കൊച്ചിയിലാണ്. സാനിറ്ററി നാപ്കിൻ രഹിത പഞ്ചായത്ത് കുമ്പളങ്ങി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കാർബൺ ന്യൂട്രൽ സീഡ് ഫാം ആലുവാത്തുരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. ഇനി 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് കൊച്ചിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളത്താണ്, നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി സ്വന്തമായിട്ട് സാംസ്കാരിക നയം പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇനി സിയാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ എറണാകുളത്തെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്ത നമുക്ക് തൃശ്ശൂരിനെ കുറിച്ച് നോക്കാം. തൃശ്ശൂർ നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് ഒരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് കേട്ടോ. ഹരിതോർജം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രീൻ എനർജിയാണ് അല്ലെ, ഗ്രീൻ എനർജിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഗ്രീൻ എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? സോളാറൊക്കെ നമുക്ക് ഗ്രീൻ എനർജി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ, ഹരിതോർജം. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഹരിതോർജം, അപ്പൊ ഹരിതോർജം യൂസ് ചെയ്തിട്ടായിരിക്കും ഇനി നമ്മുടെ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. തൃശ്ശൂർ ജില്ലയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അത് തൃശ്ശൂർ ജില്ലയുടെ നേട്ടമാണ്. അത് ആരുടെ നേട്ടമാണ്? തൃശ്ശൂർ ജില്ലയുടെ നേട്ടമാണ് കേട്ടോ. ഇപ്പൊ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായിട്ട് മാറുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. അടുത്ത പോയിന്റ്, സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത്. ഇറ്റ്ഫോക്ക് അപ്പൊ ചോദിക്കാം, എന്താണ് ഇറ്റ്ഫോക്ക്? ഇറ്റ്ഫോക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത്. ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതും തൃശ്ശൂർ ആയിരുന്നു. ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയായിരുന്നു? തൃശ്ശൂർ. ഇറ്റ്ഫോക്കിന്റെ വേദി തൃശ്ശൂരായിരുന്നു. 2024 നടന്ന ഇറ്റ്ഫോക്കിന്റെ വേദി തൃശ്ശൂരായിരുന്നു. ഇനി 65ാമത് സ്കൂൾ കായികമേളയുടെ വേദിയായത് തൃശ്ശൂർ കുന്നംകുളമാണ്. 65ാമത് സ്കൂൾ കായികമേളയുടെ വേദിയായത് തൃശ്ശൂർ കുന്നംകുളം. ഇതിന്റെ ജേതാക്കൾ പാലക്കാടായിരുന്നു കേട്ടോ. അപ്പൊ 65ാമത് സ്കൂൾ കായികമേളയുടെ വേദിയായത് എവിടെയാണ്? തൃശ്ശൂർ കുന്നംകുളം. ഓർത്തിരിക്കില്ലേ? ഇനി 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെയാണ്? അത് തൃശ്ശൂരിലാണ് അല്ലെ, വർണ്ണപ്പകിട്ട്. ഓക്കെ, വർണ്ണപ്പകിട്ട്. അപ്പോൾ 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് തൃശ്ശൂരിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരിലാണ് 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായിട്ടുള്ള വർണ്ണപ്പകിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത, സ്കൈ വാക്ക് നമ്മൾ പറയും അല്ലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂർ ശക്തൻ നഗറിലാണ് കേട്ടോ. ആകാശ നടപ്പാത നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വരുന്ന സ്കൈ വാക്ക്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ശക്തൻ നഗറിലാണ്. ഇനി നമ്മുടെ യുനെസ്കോ, ഇത് കഴിഞ്ഞ വർഷത്തെ ഫാക്റ്റ് ആണ്. യുനെസ്കോ ഇന്ത്യയിലെ 3 നഗരങ്ങളെ യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ എന്ത് ചെയ്തു? ഇടം കൊടുത്തു ഇന്ത്യയിലെ 3 സിറ്റികൾക്ക്. ഓക്കെ, അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കമ്മ്യൂണിറ്റി ലേണിംഗ് ആയിക്കോട്ടെ, പഠന മേഖലയിലൊക്കെ എന്താ പുതിയ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരുന്ന സിറ്റികളെയാണ് യുനെസ്കോ ഇത്തരത്തിൽ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഇടം നേടിയ 3 നഗരങ്ങളാണ്. 1 തൃശ്ശൂർ എന്ന് പറയുന്നത്, 2 നിലമ്പൂർ, 3 എന്ന് പറയുന്നത് വാറങ്കൽ. അപ്പൊ കേരളത്തിൽ നിന്നുള്ള 2 നഗരങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരും നിലമ്പൂരുമാണ്.
കേട്ടോ. കേരളത്തിൽ നിന്നുള്ളത് തൃശ്ശൂരും നിലമ്പൂരും ആണ്, മറ്റേത് തെലങ്കാനയിൽ നിന്നുള്ള വാറങ്കലാണ്. ഓക്കെ, അപ്പൊ തൃശ്ശൂരും നിലമ്പൂരും ആണ് കേരളത്തിൽ നിന്നുള്ള 2 സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പൊ തൃശ്ശൂരിനെ നിങ്ങൾ പ്രത്യേകം ഒന്നെടുത്ത് നോട്ട് ചെയ്ത് പഠിച്ചോണം. അപ്പോൾ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് അല്ലെ, ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ഒരു സിറ്റിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഓക്കെ, തൃശ്ശൂരും നിലമ്പൂരും ഉണ്ട്, വാറങ്കലിനെയും കൂടി ഓർത്തിരിക്കുക. അപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് ഇത്രയും ഫാക്റ്റുകളാണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ GK അധികം പുറകിലോട്ട് പോയി അധികം എടുത്തിട്ടില്ല. കേരള നമ്മുടെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ഫാക്റ്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നീട് നമുക്ക് ഒരുപാട് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് കൂടെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായിട്ട് മാറുന്നത് തൃശ്ശൂരിലെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയാണ്. ഇറ്റ്ഫോക്കിന്റെ വേദി തൃശ്ശൂരായിരുന്നു അല്ലെ. ഇനി 65ാമത് സ്കൂൾ കായികമേള നടന്നത് തൃശ്ശൂരായിരുന്നു. ഇനി സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം 2024 വർണ്ണപ്പകിട്ട് നടന്നത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്നത് തൃശ്ശൂരായിരുന്നു, ശക്തൻ നഗർ, തൃശ്ശൂർ ശക്തൻ നഗറിൽ. ഇനി നമ്മൾ പറഞ്ഞു യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഇടം നേടിയത് തൃശ്ശൂരും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് കോഴിക്കോട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. പറഞ്ഞാലും നമുക്ക് തീരാത്ത ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു നാടാണ് കോഴിക്കോട് അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം പറയാനുള്ളത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി അല്ലേ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു നഗരമാണ് ഏതെന്ന് പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് അല്ലെ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോട് ലഭിച്ചു അല്ലെ. ഇനി മറ്റൊരു കാര്യം, കോഴിക്കോടിന് ഒരുപാട് മെറിറ്റ് അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി തന്നെ അതുപോലെ തന്നെ കോഴിക്കോടിനുള്ള ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് സംഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ കോഴിക്കോടിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണ് നിപ്പ വൈറസ് അല്ലെ. നിപ്പ വൈറസ് കോഴിക്കോട് അതിൽ നിന്നൊക്കെയും കരകയറിയിട്ടുണ്ട് അല്ലെ. അവര് അതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാനുണ്ട്. 2023 സെപ്റ്റംബറിൽ 3ാമതും എന്ത് ചെയ്തു, നിപ്പ കോഴിക്കോട് സ്ഥിരീകരിച്ചു. ഇത് ചോദിച്ച ചോദ്യമാണ്. അടുത്തിടെ നിപ്പ സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കോഴിക്കോട് തന്നെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിക്കുന്നത് സിലിഗുരിയിലാണ്, പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ 3ാമത്തെ തവണയാണ് 2023 നിപ്പ കോഴിക്കോട് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിപ്പ ഗവേഷണത്തിനെതിരായിട്ടുള്ള ഏക ആരോഗ്യ കേന്ദ്രം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. കേരള വൺ ഹെൽത്ത് റിസർച്ച് ഫോർ നിപ്പ റിസർച്ച് എന്ന പേരിൽ എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ടുണ്ട്. കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് എന്ന പേരിൽ നിപ്പ ഗവേഷണത്തിനായിട്ടുള്ള ഏക ആരോഗ്യ കേന്ദ്രം എവിടെ കൊണ്ടുവന്നു? കോഴിക്കോട് കൊണ്ടുവന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ കേട്ടോ, നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്താണ്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്താണ് നമ്മുടെ സംസ്ഥാനം. നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ. അപ്പോൾ അവർ കൂടുതലായിട്ടും പറയുന്നത് പഞ്ചായത്തിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ വോട്ടേഴ്സിന്റെ കാര്യമാണ് അവർ പുറത്തുവിടുന്ന റിപ്പോർട്ട്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് ഒളവണ്ണയാണ്. ഇനി രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി, ഇത് അടുത്തിടെ ചോദിച്ചതാണ്. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് കക്കോടിയാണ്. കോഴിക്കോട് കക്കോടിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. രാജ്യത്തെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി നിലവിൽ വന്നത് പാലക്കാട് ഒഴലപ്പതിയിലാണ്. ഇനിയിപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്, പാലക്കാട് ഒഴലപ്പതി. അപ്പൊ എന്താണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാനായിട്ട് അവ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്ന
റെക്കഗ്നിഷൻ നൽകുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത്. രാജ്യത്തെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെ തന്നെയാണ്? കേരളത്തിൽ തന്നെയാണ്. അത് പാലക്കാട് ഒഴലപ്പതിയിലാണ്. അത് നമ്മൾ പാലക്കാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട് കക്കോടിയിലാണ്. ഇനി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, അതായത് അന്താരാഷ്ട്ര നിലവാരം, അതായത് അന്താരാഷ്ട്ര തലത്തിൽ പല അന്താരാഷ്ട്ര നിലവാരങ്ങളും പുലർത്തുന്ന ബീച്ചുകൾക്ക് നൽകുന്ന ഒരു അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വൃത്തിയുടെ കാര്യത്തിലായിരുന്നാലും ആക്സസബിലിറ്റി, അതായത് എല്ലാ രീതിയിലും, ഇപ്പോൾ വയോജന സൗഹൃദമാണോ അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമാണോ, ഇങ്ങനെ പല മാനദണ്ഡങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ബീച്ചേ ഉള്ളൂ. അത് നമ്മുടെ കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. കോഴിക്കോട് കാപ്പാട് ബീച്ചാണ് കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഒരേ ഒരു ബീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം, നമ്മുടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യം മികവിൻ്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തത് കോഴിക്കോട് NIT ആണ്. കോഴിക്കോട് NIT ആണ് നമ്മുടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യത്തെ മികവിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് തിരഞ്ഞെടുത്തത്. സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? നമ്മുടെ കോഴിക്കോട് NIT ആണ്. കോഴിക്കോട് NIT ആണ് എന്ത് ചെയ്തത്? രാജ്യത്തെ ആദ്യത്തെ മികവിൻ്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി 61ാമത് സ്കൂൾ കലോത്സവം 2023 61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയും ജേതാക്കളും ആര് തന്നെയായിരുന്നു? കോഴിക്കോട് തന്നെയായിരുന്നു. 61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയും ജേതാക്കളും ആര് തന്നെയായിരുന്നു? കോഴിക്കോട് തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ചക്കിട്ടപ്പാറയാണ്. കോഴിക്കോട് ചക്കിട്ടപ്പാറ. നമ്മൾ പറഞ്ഞു ഇൻഷുറൻസുകാർ ചാക്കിട്ട് പിടിക്കും എന്നൊക്കെ പഠിച്ചാമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ചക്കിട്ടപ്പാറ. ഇനി അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് 2023 അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് പുലിക്കയത്താണ്. കോഴിക്കോട് പുലിക്കയത്തിലാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി പഠിച്ചു വെക്കണേ. ട്രാൻസ്മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരവും ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ഇത് പഠിച്ചു വെക്കണേ. ഇത് ചോദിക്കും, അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ചോദിക്കും. അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അതും കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ കോഴിക്കോടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞ എന്താണ്? നിപ്പ വൈറസ് 3ാമത് റിപ്പോർട്ട് ചെയ്തു. അത് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ എടുത്തു പഠിച്ചത്. ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടിലാണ്. നിപ്പ ഗവേഷണത്തിനായിട്ടുള്ള ഏകാരോഗ്യ കേന്ദ്രം നിലവിലുന്നത് കോഴിക്കോട്ടിലാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി രാജ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട് കക്കോടിയാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ബീച്ച് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് വേറെ പല ബീച്ചുകൾക്ക് ഇതുപോലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. ഇനി
രാജ്യത്ത് ആദ്യമായിട്ട് നമ്മുടെ മികവിന്റെ കേന്ദ്രമായിട്ട് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് കോഴിക്കോട് NIT ആണ്. 61ാമത് സ്കൂൾ കലോത്സവം നടന്നത് കോഴിക്കോടാണ്. ജേതാക്കളും അവരായിരുന്നു, വേദിയും അവരായിരുന്നു. സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറയാണ്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് 2023 നടന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലനിന്നത് കോഴിക്കോടാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലനിന്നത് കോഴിക്കോട് പുലിക്കയത്താണ് നമ്മൾ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര നിലനിന്നത് കോഴിക്കോടാണ്. സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരവും കോഴിക്കോടാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ജില്ല, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ 62ാമത് കലോത്സവത്തിന്റെ ജേതാക്കള്, 62ാമത് കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് കൊല്ലമാണ്. ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കണ്ണൂരാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കള് കണ്ണൂരാണ്. ഇനി കണ്ണൂർ തളിപ്പറമ്പിനെ കുറിച്ച് ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലം അഥവാ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തളിപ്പറമ്പാണ്. കണ്ണൂർ തളിപ്പറമ്പാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയുന്നത് എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയോജക മണ്ഡലമാണ് ഇതെന്ന് പറയുന്നത്. തളിപ്പറമ്പ് എന്ന് പറയുന്നത് അല്ലെ, കണ്ണൂർ തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയോജക മണ്ഡലം. അപ്പം നമ്മൾ കിളിമാനൂരിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. നഗരസഭ നമ്മൾ പറയുന്നത് കൊട്ടാരക്കരയാണ് അല്ലെ. ഇനി നമ്മൾ പറയുന്ന നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തളിപ്പറമ്പാണ്. ഇനി അടുത്തത് ഓടം. എന്താണ് ഓടം എന്ന് പറയുന്നത്? കണ്ണൂർ പയ്യാമ്പലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂർ പയ്യാമ്പലത്താണ്. ഓടം എന്നുള്ള പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് പയ്യാമ്പലത്ത് ഓടം എന്ന പേരിലാണ്. ഓടം എന്ന് പറയുന്ന പേരിൽ. ഇനി ധർമ്മടം. ധർമ്മടം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളക്കാർക്ക് ഒരുപാട് അറിയാകുന്ന ഒരു നിയമസഭാ മണ്ഡലം, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ധർമ്മടം. അത് ചോദിച്ചിട്ടുണ്ട്. ഇനി ധർമ്മടത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണെങ്കിൽ ജല ബജറ്റ് തയ്യാറാക്കിയ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ്. ഇനി നമുക്ക് ധർമ്മടത്തെ കുറിച്ച് പഠിക്കാനുള്ളത്, ധർമ്മടം എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം. നമ്മുടെ ഇന്ത്യയിലെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധർമ്മടമാണ് കേട്ടോ. സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ധർമ്മടമാണ് കേട്ടോ. ധർമ്മടമാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? അത് ധർമ്മടമാണ്. ഇനി ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നത് 2023 ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂരിലാണ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? അത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. ഇനി അന്താരാഷ്ട്ര ആയുർവേദ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലാണ്. അന്താരാഷ്ട്ര ആയുർവേദ കേന്ദ്രം. ഇനി നമ്മുടെ EK നയനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ ബർണശ്ശേരിയിലാണ്. EK നയനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ണൂരിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കലോത്സവത്തിന്റെ 62ാമത്തെ കലോത്സവത്തിന്റെ ജേതാക്കള് കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പ് നമ്മൾ പറഞ്ഞു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത അല്ലെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറഞ്ഞു. നമ്മൾ ഓടം പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം ഓടം എന്ന പേരിൽ പയ്യാമ്പലത്താണ് നിലവിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മടം നമ്മൾ പറഞ്ഞു ജല ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണെന്ന് പറഞ്ഞു?
അതും നമ്മളെ ധർമ്മടമാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി ആയതും കണ്ണൂരിലാണ് അല്ലെ. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി നടന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നതും അടുത്തിടെ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. അന്താരാഷ്ട്ര ആയുർവേദ കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരിലാണ്. EK നയനാർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വന്നത് ബർണശ്ശേരി, കണ്ണൂർ ബർണശ്ശേരിയിലാണ്. ഓക്കെ, അപ്പോൾ കണ്ണൂർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരം കാര്യമാണ് നമുക്ക് കണ്ണൂരിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 7 ജില്ലകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.